മക്കളെ ഇവിടെ വേദനയുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. ഇവിടെ ഇല്ല. ഇല്ല. ഇവിടെ ഇല്ല. അവിടെയും ഇല്ല. ഇവിടെ ഉണ്ട്. ഓ, അവിടെ ഉണ്ടല്ലേ. ഇവിടെയോ? അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. ഇവിടെയോ? ഇല്ല. അവിടെ ഇല്ല. അപ്പൊ ഈ ഏരിയയിലാണ് കേശുവെ പ്രശ്നം. ഇവിടെയാണ് ആ പ്രശ്നം വന്നേക്കുന്നത് കേട്ടോ. വിഷയമാണല്ലോ പാർവ ഇതിപ്പോ. 2 ദിവസം സ്കൂളിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് വിഷമം. ഇങ്ങോട്ടിറക്കല്ലേ അത്? സത്യം പറയടി, എങ്ങനെയത് പറ്റിയത്? ഓടിയപ്പോ വീണ നമ്മളങ്ങ് വിശ്വസിച്ച് ഉള്ളവരും പറഞ്ഞു. അല്ലാണ്ട് പാർവ ആരായിട്ടും തല്ലുണ്ടാക്കിയതോ വഴക്കുണ്ടാക്കിയതോ അങ്ങനൊന്നും പറ്റിയതൊന്നും അല്ല അല്ലേ? ഞാനാ തല്ലുണ്ടാക്കാനാ? ഞാനെങ്ങനെ തല്ലുണ്ടാക്കാനാ? അത് പറയുമ്പോ പാറൂസിന്റെ മുഖത്ത് എന്താ ഒരു കള്ളത്തരം? കള്ളത്തരോ? ആർക്ക് കള്ളത്തരം? ടീച്ചർ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടില്ലേ? ടീച്ചറെ പറഞ്ഞൊക്കെ നമ്മള് കേട്ടു മക്കളെ. ഹായ് പാവു. നിനക്കല്ല, കൊച്ചിന്. സിദ്ധു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്നാലും സിദ്ധുവിന് അനാർക്കലിനെ കണ്ട് മനസ്സിലായില്ല? ലച്ചൂസ്, സത്യമായിട്ടും എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴേ ഒരു തവണ പോലും മിണ്ടിയിട്ടില്ലാത്ത പിള്ളേർക്ക് ക്ലാസ്സിൽ ഉണ്ടാവാറില്ലേ? ചിലപ്പോ നമ്മൾ ഒരു പേനയോ പെൻസിലോ പോലും ഷെയർ ചെയ്തിട്ടുണ്ടാവത്തില്ല. അതുപോലത്തെ ഒരാളായിരുന്നു അനാർക്കലി. അത് അളിയൻ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടാ. എനിക്കും ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് ഞാൻ ഇവിടെ വെച്ച് കണ്ട് തൊള്ളേ, എനിക്ക് അവളെ കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മൈൻഡ് പോലും ചെയ്യാത്ത കൊച്ചായിരുന്നു. ഇപ്പൊ തലച്ച് റിഗ്രറ്റ് അടിക്കുന്നുണ്ടാവും അല്ലേ? അല്ല, എന്നാലും ഇത്രയും വർഷം കൂടെ പഠിച്ച ഒരാളെ ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതും അനാർക്കലിനെ പോലെ ഒരാളെ. ചേച്ചി, ചേച്ചിയുടെ കൂടെ പ്ലസ് ടു എത്ര പേര് പഠിച്ചായിരുന്നു? പ്ലസ് ടുവിന് ഒരു 40-42 പേരുണ്ടാവുമായിരിക്കും. 42 പേര്. കാര്യം ചെയ്യും, വേഗം അവരുടെയൊക്കെ പേര് ആൽഫബറ്റിക് ഓർഡറിൽ പറഞ്ഞു. അത് പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? മറന്നുപോയില്ലേ? എക്സാക്ട്ലി. ഇതിനാണ് അളിയനും പറഞ്ഞത്. പേര് മറന്നുപോയതല്ലേ? അത് മാത്രമല്ല, അനാർക്കലി ഈ ക്ലാസ്സിൽ ഭയങ്കര സൈലന്റ് ആയിരുന്നു. സൈലന്റ് അല്ലായിരുന്നെങ്കിൽ അയ്യേ, കിണി കണ്ടില്ലേ? സ്കൂളിലെ പിള്ളേരുടെ ഒക്കെ ക്രഷായിരുന്നു പോലും സിദ്ധു. നോക്കിയേ, ഞാനും പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ ക്രഷൊക്കെ തന്നെയായിരുന്നു കേട്ടാ. തന്നെ നാഷണൽ ക്രഷ്. പക്ഷെ പുള്ളിക്കാരത്തിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ്. അളിയന് ആരോടും ക്രഷ് ഒന്നും തോന്നിയിട്ടില്ലേ? അളിയാ, ഞാനേ നിന്റെ അത്ര കോഴി അല്ലായിരുന്നു. ടീച്ചർ അടിപൊളിയാ. ചാച്ചി, അളിയൻ എന്തിനാണ് ഇപ്പൊ ആ പാട്ട് പാടിയത്? നല്ല പാട്ടല്ലേ? ആ പാട്ട് ഏത് പടത്തിലെയാണ്? ഏത് പടത്തില്? പൃഥ്വിരാജിന്റെ അനാർക്കലി. ശരിയാണല്ലോ. അഫനെന്തിനാ ഈ പാട്ട് ഇപ്പൊ പാടിയത്? അനാർക്കലി ഇഷ്ടമായോണ്ടായിരിക്കും. പടം 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 സിനിമ. ശിവ, നീയേ അളിയന്റെ മുഖത്ത് തെളിഞ്ഞ നൊസ്റ്റാൾജിയ ശ്രദ്ധിച്ചാൽ? പിന്നെ അല്ലാണ്ട് നൊസ്റ്റാൾജിയാന്ന് വെച്ചാ അത് മക്കള് കൊറേ വളർന്നു കഴിയുമ്പോ മക്കൾക്ക് മനസ്സിലാവും കേട്ടാ. നാ പാല് കുടി. എടാ, ഞാൻ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം. കുറെ നാളെയല്ലേ കണ്ടിട്ട്. ആടാ, പിന്നെ അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു? ഓ, ഞാൻ വരാടാ, ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാൻ. എന്താണ് ഞാൻ പറഞ്ഞില്ലേ? ഓക്കേടാ. ഹായ് ടീച്ചർ. ടീച്ചറോ? ഇനി പേര് വിളിച്ചാ പോരെ? അത് പിന്നെ ഒരു ഓളത്തിന് വിളിച്ചു പോയതാ. പാറുവിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? പാറോസിന് ഇപ്പൊ സ്കൂളിൽ പോകണ്ടല്ലോ, ഇവിടെ അടിച്ചു പൊളിച്ച് നടപ്പുണ്ട്. അത് ശരി. ലച്ചൂസേ, നമ്മുടെ ടീച്ചർ വന്നേക്കണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ടീച്ചർ ഇവിടെ? ഞാൻ പാറുവിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് വന്നതാ. അയ്യോ, അതിന് ഇത്രയും കഷ്ടപ്പെടായിരുന്നോ? ഒന്ന് ഫോൺ വിളിക്കുക അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ മതിയായിരുന്നല്ലോ. അല്ല, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു.
അയ്യോ ഇതാരുത് അനാർക്കലി ടീച്ചറോ? ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറടാ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. എപ്പോ വന്നേ? ജസ്റ്റ് വന്നതേ ഉള്ളൂ. ടീച്ചറിന് സുഖമായിട്ടിരിക്കണ? സുഖം സുഖം. ടീച്ചർ പാറുവിനെ കാണാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ? അതെ, എനിക്ക് അപ്പോഴേ തോന്നി. ഞാനെന്നാ ഒന്ന് കേറി കണ്ടോട്ടെ? പിന്നെ സ്വന്തം വീട് പോലെ കണ്ടു കയറിക്കോ. ഓ, നിങ്ങള്? നമ്മള് വരാം. കേറിട്ട് ലെഫ്റ്റ് കേട്ടോ. ഓക്കെ ഓക്കെ. ഹലോ കേശേ, ഓ, തങ്കപ്പെട്ട ടീച്ചറല്ലേ? ഇടയ്ക്കിടയ്ക്ക് പാറുവിനെ കാണാൻ വേണ്ടി മാത്രം നമ്മുടെ വീട്ടിലോട്ടൊക്കെ വരുന്നു. പക്ഷേ പാറുവിനെ കാണാൻ വേണ്ടിയാണ് ടീച്ചർ വന്നേന്ന് പറഞ്ഞേല് എനിക്കെന്തോ ഒരു നിനക്ക് എന്തോ എന്ത്? ഒന്നുമില്ല. മക്കളെ, ഓ, ഓരോന്നൊക്കെ പറഞ്ഞ് ചേച്ചിനെ ഇടയ്ക്ക് വിടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കും. നമ്മളിപ്പോ അങ്ങനെ കരുതിയത്? നമുക്കറിയാം ചേച്ചിക്ക് പൊസസീവ്നെസ് ഒന്നും ഇല്ലെന്ന്. അതെ അതെ. ചിലപ്പോ ഇനി അളിയനെയും കൂടെ കാണാന്ന് വെച്ചാൽ അതായിരിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ എന്താ കുഴപ്പം? അവര് പഴയ ക്ലാസ്മേറ്റ്സ് അല്ലേ? പിന്നെ നിങ്ങക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്ക് എന്താ പ്രശ്നം? കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, അപ്പൊ ചേച്ചിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു കുഴപ്പമില്ല. കുഴപ്പമേ ഇല്ല. ആരാന്ന് മനസ്സിലായോ? ആരാ? എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല? അനാർക്കലി മിസ്സാണോ? അപ്പൊ മനസ്സിലായില്ലേ? പിന്നെ അയ്യോ, ഒരു കാര്യം മറന്നുപോയി. എന്താ? ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ മിസ്സേ. ഇവിടെയോ? ആ, ഇവിടെ ഇരിക്കേ. ശരി. മിസ് എന്നെ കാണാൻ വന്നാണോ? പിന്നില്ലാണ്ട് ആരെ കാണാൻ വന്നതാ? അയ്യോ, ഒരു ടീച്ചർ ആദ്യമായിട്ട് എന്നെ കാണാൻ വരുന്നേ. ഇപ്പൊ കൈ എങ്ങനെയുണ്ടടാ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. 2 ദിവസവും കൂടെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും. അപ്പൊ സ്കൂളിൽ വരാൻ പറ്റില്ല അല്ലേ? ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്ത്? ടട്ടേ. താങ്ക്സ്. വെൽക്കം.